നമസ്കാരം, മല്ലൂട്ടേക്കാണ്. ഈ ഒരു ന്യൂസ് എത്ര ആൾക്കാർ കണ്ടുവന്നു? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പീഡന പരാതി. ഓക്കെ, ഒരു യുവനടിയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പാലക്കാടിൻ്റെ MLA ആണ്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനൊക്കെയാണ്. അപ്പം ആളങ്ങനെ ഒരു ജനപ്രതിനിധി ആയിരിക്കെ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ്, തൻ്റെ നിരപരാധിത്വം തെളിയിക്കും എന്നൊക്കെയാണ് രാഹുൽ പറയുന്നത്. സംഭവം ശരിയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ശിക്ഷിക്കപ്പെടണം. അതല്ല, തെറ്റ് ചെയ്തിട്ടില്ല, ഇനി ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ കഴിവുകേട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്തെങ്കിലും ജനങ്ങൾക്കെതിരായിട്ടുള്ള അവരുടെ പ്രവർത്തികൾക്കെതിരെ അത് തിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും അന്വേഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാരണം തന്നെയാണ്. ഇപ്പോ ഈ ഒരു കേസിൽ തന്നെ, ഈ ഒരു ഇഷ്യൂല് ഇപ്പം ഒരാളെ ഗർഭചിത്രത്തിന് വേണ്ടി ഫോഴ്സ് ചെയ്തിട്ടുണ്ട് രാഹുൽ എന്ന് പറയുന്ന ഒരു സന്ദേശം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അതിനൊക്കെ പുറമെ രാഹുല് ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് പല യുവതികളുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ളത്, അവരുടെ സഹപ്രവർത്തകരായിട്ടുള്ള യുവതികളോട് ചാറ്റ് ചെയ്തിട്ടുള്ളതിന്റെ സംഭാഷണങ്ങളൊക്കെ, ചാറ്റും ഫോൺ വിളിച്ചതിന്റെ കോളിലും എല്ലാം ലീക്കായ ഒരു സാഹചര്യത്തില് രാഹുൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് ആള് രാജിവെക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്തു? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ഓക്കെ, അതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷെ ഒരു ജനപ്രതിനിധിയായിട്ട് ഉള്ള ഒരാള്, അത് പാലക്കാട് മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തില് MLA സ്ഥാനം കൂടെ രാജിവെക്കണം എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള ആരോപണങ്ങളിൽ പെടുന്ന ആൾക്കാരെ എങ്ങനെയാണ് ഒരു മാതൃകയാവുന്നത്? കേരളത്തിലുള്ള ആൾക്കാർക്ക്, കേരളത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, അവർക്കൊക്കെ എന്ത് സന്ദേശമാണ്? ജസ്റ്റ് ഒരു ആരോപണം വരുന്ന ആ ഒരു സമയത്ത് ഏതെങ്കിലും സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ എന്തായി? ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളൊരു ചിന്ത നാട്ടിലുള്ള ഒരുപാട് പേർക്കുണ്ട്. അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല. ആരോപണം എന്ത് തന്നെയാണെങ്കിലും അത് അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റിനും പോലീസിനുണ്ട്. അവരത് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ MLA സ്ഥാനം രാജിവെച്ച് ആ തെറ്റിനെ അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് ജയിലാണെന്നുണ്ടെങ്കിൽ ജയിലിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്താണ് ഈ കേസിന്റെ ബാക്കി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. രാഹുൽ പറഞ്ഞത് നിരപരാധിത്വം തെളിയിക്കുന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം.